കഴിഞ്ഞ 3 വർഷത്തിനിടെ ഇന്ത്യയുടെ 3 അയൽ രാജ്യങ്ങളിൽ സംഭവിച്ച ഭരണമാറ്റങ്ങൾ ശ്രദ്ധേയമായ ഒരു പാറ്റേൺ വെളിപ്പെടുത്തിയിരുന്നു. ശ്രീലങ്കയിൽ ആരംഭിച്ച് ബംഗ്ലാദേശിലൂടെ കടന്ന് ഒടുവിൽ നേപ്പാളിൽ എത്തി നിൽക്കുന്ന ഈ സംഭവ വികാസങ്ങൾ ഒരു തരം ജനകീയ വിപ്ലവത്തിന്റെ സൂചന നൽകുന്നു. 3 രാജ്യങ്ങളിലും ഭരണകൂടങ്ങൾ നിലംപൊത്തിയത് ഒരേ രീതിയിലാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെ അതിവേഗം പടർന്നു പിടിച്ച ജനരോഷം ചെറിയ പ്രതിഷേധങ്ങളെ വൻ പ്രക്ഷോഭങ്ങളാക്കി മാറ്റി. ഈ പ്രക്ഷോഭങ്ങൾ ഒടുവിൽ ഭരണാധികാരികളുടെ പലായനത്തിനും ഇടക്കാല സർക്കാരുകളുടെ രൂപീകരണത്തിനും വഴിയൊരുക്കി. ഈ പ്രക്ഷോഭങ്ങളുടെ എല്ലാം അടിസ്ഥാന കാരണം ജനങ്ങളിൽ ഏറെക്കാലമായി അടിഞ്ഞുകൂടിയ അസംതൃപ്തിയും നിരാശയുമാണ്. അഴിമതി, സ്വജനപക്ഷപാതം, സാമ്പത്തിക പ്രതിസന്ധി തുടങ്ങിയ വിഷയങ്ങളാണ് ഈ പ്രതിഷേധങ്ങൾക്ക് തിരികൊളുത്തിയത്. ശ്രീലങ്കയിൽ രാജപക്സെ കുടുംബത്തിന്റെ ഭരണനയങ്ങളാണ് ജനങ്ങളെ പ്രകോപിച്ചതും. അമിതമായ പണപ്പെരുപ്പം, ഇന്ധനത്തിന്റെയും മറ്റ് അവശ്യ വസ്തുക്കളുടെയും ക്ഷാമം, വൈദ്യുതി മുടക്കം എന്നിവ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കി. അഴിമതി ആരോപണവും സ്വജനപക്ഷപാതവും പ്രതിഷേധത്തിന് കൂടുതൽ ശക്തി നൽകി. 2022 മാർച്ചിൽ ആരംഭിച്ച ഈ പ്രതിഷേധങ്ങൾ അധികം വൈകാതെ അക്രമാസക്തമായി. റാംബുക്കനായിൽ ഇന്ധനത്തിനായി കാത്തുനിന്ന പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് വെടിയുയർത്തിയതോടെ ജനരോഷം ആളിക്കത്തി. ഭരണകക്ഷി പ്രവർത്തകർ പ്രതിഷേധക്കാരെ ആക്രമിച്ചതും സ്ഥിതിഗതികൾ വഷളാക്കാനും കാരണമായി. ഇതോടെ പ്രസിഡന്റ് ഗോതബായ രാജപക്സെയുടെ ഔദ്യോഗിക വസതിയിലേക്ക് ജനങ്ങൾ അതിക്രമിച്ചു കയറി. പ്രധാനമന്ത്രിയുടെ വസതിക്ക് തീയിട്ടു. ഒടുവിൽ ഗോതബായ രാജപക്സെ രാജ്യത്ത് നിന്ന് പലായനം ചെയ്യുകയായിരുന്നു. ഈ സംഭവങ്ങൾ ശ്രീലങ്കയുടെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചുള്ള നിരവധി ചോദ്യങ്ങൾ ഉയർത്തി. ശ്രീലങ്കയ്ക്ക് സമാനമായ സാഹചര്യമാണ് പിന്നീട് ബംഗ്ലാദേശിലും അരങ്ങേറിയത്. സർക്കാർ ജോലികളെ ക്വാട്ട സമ്പ്രദായം പുനഃസ്ഥാപിച്ചതാണ് പ്രതിഷേധങ്ങൾക്ക് കാരണമായതെങ്കിലും അതിന്റെ പിന്നിലെ പ്രധാന കാരണങ്ങൾ ദീർഘകാലമായുള്ള സാമ്പത്തിക പ്രതിസന്ധിയും അഴിമതിയും മനുഷ്യാവകാശ ലംഘനങ്ങളുമായിരുന്നു. തുടർച്ചയായി അധികാരത്തിലായിരുന്ന ഷെയ്ഖ് ഹസീനയുടെ ഏകാധിപത്യ പ്രവണതകൾ ജനങ്ങളിൽ വലിയ അതൃപ്തി ഉണ്ടാക്കി. പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളെ റസാക്കർമാരുടെ മക്കൾ എന്ന് ഷെയ്ഖ് ഹസീന വിശേഷിപ്പിച്ചത് ജനരോഷം വർദ്ധിപ്പിച്ചു. ഇതോടെ പ്രക്ഷോഭം കൂടുതൽ ശക്തമായി. ജൂലൈ 19-ന് സർക്കാർ കർഫ്യൂ ഏർപ്പെടുത്തിയ സൈന്യത്തെ വിന്യസിച്ചെങ്കിലും പ്രതിഷേധങ്ങൾ തണുത്തില്ല. പ്രക്ഷോഭം അക്രമാസക്തമായതോടെ ജനക്കൂട്ടം പ്രധാനമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വീടുകൾ ആക്രമിക്കുകയും തീടുകയും ചെയ്തു. സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമായപ്പോൾ ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു. ഈ സംഭവ വികാസങ്ങൾ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെ പോലും താൽക്കാലികമായി ബാധിച്ചു. ഈ 3 രാജ്യങ്ങളിൽ നടന്ന പ്രതിഷേധങ്ങളുടെ മറ്റൊരു പൊതു സ്വഭാവം ഒരു വ്യക്തമായ നേതൃത്വമോ പ്രത്യയശാസ്ത്ര പിൻബലമോ ഇല്ലാത്ത ജനങ്ങൾ, പ്രത്യേകിച്ചും യുവാക്കൾ തെരുവിലിറങ്ങി എന്നതാണ്. സമൂഹ മാധ്യമങ്ങളാണ് ഈ ജനകീയ മുന്നേറ്റങ്ങൾക്ക് ഊർജം നൽകിയത്. എന്നാൽ ഈ സംഭവങ്ങൾക്ക് പിന്നിൽ വിദേശ ഇടപെടലുകൾ ഉണ്ടായെന്ന ആരോപണങ്ങളും ഉയർന്നിട്ടുണ്ട്. ശ്രീലങ്കയിലെയും ബംഗ്ലാദേശിലെയും പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ വിദേശ കൈകളുണ്ടെന്ന് ആരോപണങ്ങൾ ഉയരുന്നു. ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിലെ പ്രക്ഷോഭങ്ങൾക്ക് പിന്നിൽ US-ന്റെ കൈകളുണ്ടെന്ന് ആരോപിച്ചു. നേപ്പാളിലെ സംഭവ വികാസങ്ങളും സമാനമായ ആരോപണങ്ങൾ നേരിടുന്നുണ്ട്. നിലവിലെ നേപ്പാൾ ഭരണകൂടം ചൈനയോട് അടുപ്പം പുലർത്തുന്നതിൽ US അനുകൂല സർക്കാർ നേപ്പാളിൽ വരാനാണ് US ലക്ഷ്യമിടുന്നതെന്നാണ് പ്രധാന ആരോപണം. ശ്രീലങ്ക, ബംഗ്ലാദേശ്, നേപ്പാൾ എന്നീ 3 രാജ്യങ്ങളിലും ചൈനയോട് അടുപ്പം പുലർത്തിയിരുന്ന സർക്കാരുകളാണ് നിലനിന്നിരുന്നത്. ഇതിൽ നിന്ന് ഈ ഭരണമാറ്റങ്ങൾ വെറുമൊരു യാദൃച്ഛികമല്ലെന്ന് മനസ്സിലാക്കാം. ജനങ്ങളുടെ അതൃപ്തിയാണ് ഈ ഭരണമാറ്റങ്ങളുടെ പ്രധാന കാരണമെങ്കിലും ഈ പ്രതിഷേധങ്ങളെ ആളിക്കത്തിക്കാൻ ബാഹ്യശക്തികൾ ഇടപെടുന്നുണ്ടോ എന്ന ചോദ്യം പ്രസക്തമാണ്. എന്നാൽ എല്ലാറ്റിനുമുപരിയായി, അതായത് സർക്കാരുകൾ ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുന്നതിനും പ്രതികരിക്കുന്നതിനും പരാജയപ്പെട്ടതാണ് ഈ പ്രതിഷേധങ്ങൾ വൻ പ്രക്ഷോഭങ്ങളായി മാറിയതിന്റെ പ്രധാന കാരണം. ഈ സംഭവങ്ങൾ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിലെ രാഷ്ട്രീയ അസ്ഥിരതയെയും അത് ഇന്ത്യയുടെ വിദേശ നയങ്ങളിൽ ഉണ്ടാക്കുന്ന സ്വാധീനത്തെയും കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു.